ഹോം പിക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിക്ക് അടുത്തുള്ള പട്ടിശ്ശേരി എന്ന് പറഞ്ഞ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ഒരു 15 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള 2540 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഹോം ടൂർ ആണെന്ന് കാണിക്കുന്നത്. ഇബ്രാഹിം ഫസീല ദമ്പതികളുടെയാണ് ഈ വീട്. 2540 സ്ക്വയർ ഫീറ്റ് നമ്മൾ പ്ലാനിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 4 ബെഡ്റൂമാണ് ഈ വീട് പ്ലാനിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം 3 ബെഡ്റൂം, അതിൽ ഒരു ബെഡ്റൂം കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്ലാനിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ മൊത്തം 5 ബെഡ്റൂം ആയിട്ട് വരുന്നുണ്ട് വീട്. ഏകദേശം 80 ലക്ഷം രൂപയാണ് വീടിന് ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 1-2 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കാം. ഇതിൽ റൈറ്റ് സൈഡിലായിട്ട് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡിന്റെ ലെവലിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് ഈ വീടിന്റെ ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോവാള് കൊടുത്തിട്ട് അതിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പില്ലറിൽ, സിറ്റ് ഔട്ടിന്റെ പില്ലറിലൊക്കെ കൊടുത്തിരിക്കുന്നത് ടീക്ക് വുഡിലുള്ള പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പോർച്ചിന്റെ പില്ലറിലൊക്കെ കൊടുത്തിരിക്കുന്നത് ക്ലാഡ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന 2 വാളിൽ കൊടുത്തിരിക്കുന്നതും ടീക്ക് വുഡിൽ ചെയ്തിട്ടുള്ള പാനലാണ്. ഈ വീടിന്റെ കൂടുതൽ മരമൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിലും അതുപോലെ പ്ലാവിലും ആണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 3 ചെയർ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് 1670 ആണ് വരുന്നത്, പോർച്ച് അടക്കം. ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് മെയിൻ ഡോർ വരുന്നത്. തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു പാർട്ടീഷനാണ്, ലിവിംഗ് കം ഡൈനിങ്ങിന്റെ ഒരു പാർട്ടീഷൻ. ഒക്കെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്കയിലും ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് തേക്കില്, പ്ലാവില് മറ്റുള്ള മരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തായിട്ടാണ് ലിവിംഗ് റൂം വരുന്നത്. വലിയ ലിവിംഗ് റൂമാണ്. ഏകദേശം ഒരു 10-14 സൈസ് വരുന്ന ലിവിംഗ് ആണ് വരുന്നത്. അതിന്റെ സീലിംഗ് ആണ് കാണുന്നത്. സീലിംഗ് ഒക്കെ ജിപ്രോക്കിന്റെ ജിപ്സം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വാം ലൈറ്റും അതുപോലെ തന്നെ വൈറ്റ് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ലിവിങ് വരുന്നത്, വലതുവശത്തായിട്ടുള്ള ലിവിങ്. ഈ ഒരു C ഷേപ്പിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. ഈ സെറ്റിക്ക് ഏകദേശം ഒരു 60,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചുമരിലൊക്കെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ചുമരിലൊരു ഭാഗത്തായിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പാനലൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്, പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു C ഷേപ്പ് സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടീ ടേബിൾ സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്ന ചുമരിൽ കാണുന്നത് ലിവിംഗ് കം ഡൈനിങ്ങിന്റെ പാർട്ടീഷനിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അതും പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ടിലൊക്കെ കൂടുതൽ ചെയ്തിരിക്കുന്നത് മാർബിൾ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ടൈലും മറ്റുള്ള ഏരിയയിൽ ടൈലും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ കർട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ടൈപ്പ് കർട്ടനാണ്. ബ്ലൈൻഡ് തന്നെയാണ്, പക്ഷെ വേറൊരു ടൈപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും മറ്റുള്ള വർക്കുകളൊക്കെയാണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാണുന്നത് ഡൈനിങ് സ്പേസ് ആണ്. പിന്നെ നമ്മൾ ലിവിംഗ് തന്നെയാണ് ഇടതുവശത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്, ഫസ്റ്റ് ബെഡ്റൂം. ആ ബെഡ്റൂമിലേക്കാണ് ഇപ്പൊ കടക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനായി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇതാണ് നമ്മൾ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം. നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇതിലും ചുമരലുകളൊക്കെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്സത്തിന്റെ വർക്ക് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീടിന്റെ എല്ലാ ഏരിയയിലും, ഒട്ടുമിക്ക ഏരിയയിലൊക്കെ ജിപ്സം വർക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കട്ടിലൊക്കെ നല്ല പ്ലൈവുഡ് വിത്ത് മൈക്കയിലും 2 അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലായിട്ട് ടേബിളും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതും പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് മേക്കപ്പ് ടേബിളായിട്ട് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തീമിലാണ് എല്ലാ ഏരിയയിലും, ഇപ്പോൾ ബെഡ്റൂം ആയാലും ലിവിംഗ് ആയാലും ഡൈനിങ് ആയാലും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അടുത്ത് കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. പിന്നെ ചില പോർഷനിലൊക്കെ ഇതിൽ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കൊത്തു വർക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ക്രോക്കറി ഷെൽഫും കാര്യങ്ങളൊക്കെ അതിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പല കളറായിട്ടുള്ള ലൈറ്റുകൾ പച്ച മഞ്ഞ ചുവപ്പ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പാണ്, സ്റ്റെപ്പിൻ്റെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ അതിലൊരു വാഷ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തന്നെ ഡൈനിങ്ങിലും നല്ല രീതിയിലുള്ള സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ നമ്മൾ ജിപ്സം വർക്കൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഡൈനിങ് എന്നാണ് ഈ ബെഡ്റൂമിൽ എൻട്രി വരുന്നത്. രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം, രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത്. അതും ഈ കട്ടിലൊക്കെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്കയിൽ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സീലിങ്ങിലും അതേപോലെ തന്നെ നല്ല മനോഹരമായിട്ട് ജിപ്സത്തിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1670 സ്ക്വയർ ഫീറ്റിൽ വരുന്ന താഴെ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, കോമൺ ടോയ്ലറ്റ്, വർക്ക് ഏരിയ അതൊക്കെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ വരുന്നത്. ഇതിൻ്റെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടൊരു ബ്ലാക്ക് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു മേക്കപ്പ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. വലിയ ബാത്റൂമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിലായിട്ട് ഉള്ളത്. ഇതൊക്കെ തേക്കിൽ ചെയ്തിട്ടുള്ള ഡോറുകളാണ്. ഇതൊരു നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുമ്പോഴുള്ള ഇടതുവശത്തായിട്ട് ചുമരിൻ്റെ മുകളിലായിട്ടുള്ളൊരു നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. സ്റ്റെപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റെയിലൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ്സിൽ ഹെച്ച് ചെയ്തിട്ടുള്ള ടഫൻ ഗ്ലാസും വർക്കും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പ്ലാനിൽ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ 870 സ്ക്വയർ ഫീറ്റ്, രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, അപ്പർ ലിവിംഗ് ഏരിയ, ബാൽക്കണി, ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ ഒരു പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് 3 ബെഡ്റൂം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ പോകുന്നുണ്ട്. അപ്പോൾ 2540 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അതിൽ വലിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പർ ലിവിംഗിൽ നല്ലൊരു സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു പർഗോള കൊടുത്തിട്ട് നല്ല നാച്ചുറലായിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ പർഗോള കൊടുത്തിട്ട് അതിലൊരു ഫാൻസി ലൈറ്റ്, മോഡേൺ ആയിട്ടുള്ള ഒരു ഫാൻസി ലൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഓരോ ഷെൽഫുകളാണ്. ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള 710 പ്ലൈവുഡും അതേപോലെ സെഞ്ചുറിയുടെ മൈക്ക ലാമിനേഷനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സെറ്റ് നല്ല രീതിയിലുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഭാഗമാണ് നമ്മൾ സീലിംഗിൽ വരുന്ന ജിപ്സത്തിന്റെ വർക്ക്. കൂടുതൽ വാം ലൈറ്റ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് അപ്പർ ലിവിംഗ് വരുന്നത്. അപ്പർ ലിവിങ്ങിന്റെ ചില പോർഷൻസ് ആണ്. പിന്നെ ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലൈവുഡിൽ തന്നെ നമ്മൾ നല്ലൊരു ബുക്ക് ഷെൽഫ് ചെയ്തിട്ടുണ്ട്. വേറെ നല്ല ഈ വീട്ടിലൊരു വക്കീലുണ്ട്. അപ്പോൾ ആ വക്കീലിന്റെ അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സെറ്റപ്പിലാണ്. ഇത് മുകൾ ഭാഗത്തുള്ള ഒരു ബെഡ്റൂമാണ്.
നമ്മൾ താഴെ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ടോപ്പിൽ സ്ലോ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലോ പ്രൂഫിൻ്റെ ആ ഒരു അതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് അതിൻ്റെ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ വാർഡ്രോബും കാര്യങ്ങളാണ്. ഓരോ ബെഡ്റൂമിനും ഓരോ രീതിയിലുള്ള ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഫിറ്റിംഗ്സും സാനിറ്ററി ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് കളറിലാണ് ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്പർ ലിവിങ്ങിന് നേരെ കാണുന്ന പിന്നെ പുറത്തേക്ക് കാണുന്ന ഭാഗം നമുക്ക് ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിൽ നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ആ ഒരു വുഡിന്റെ പാനൽ, തേക്കിന്റെ ടീക്ക് വുഡ് പാനൽ നമ്മളിതിൽ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്നതൊക്കെ പർഗോള കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലുള്ള ഒരു കിഡ്സിന്റെ ബെഡ്റൂമാണ്. കുട്ടികൾക്കുള്ള ഒരു ബെഡ്റൂമാണ്. അതിൽ 2 തട്ടായിട്ടുള്ള ഒരു കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഇതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ വേറെ രീതിയിലുള്ള നല്ല കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് ഈ ബാത്റൂമിന്റെ വരുന്നത്. ടൈലിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഇപ്പോക്സിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് 3ാമത്തെ ബെഡ്റൂം. മുകളിൽ 3ാമത്തെ ബെഡ്റൂം വീടിന്റെ മൊത്തത്തിൽ 5ാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് വരുന്നത്. വുഡിൽ പണി വെച്ചിട്ടുള്ള കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിങ്ങിലൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ജിപ്രോക്കിന്റെ സീലിംഗും കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ടിലായാലും ഫസ്റ്റ് ഫ്ലോറിലായാലും നമുക്ക് ഒരുവിധമുള്ള എല്ലാ ഏരിയയിലായാലും നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗിൽ ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളാണ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ വലിയ കിച്ചണാണ്, നല്ല സൗകര്യമുള്ള കിച്ചണാണ് വരുന്നത്. കിച്ചണിനെല്ലാം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കിച്ചൺ. അതുപോലെ കഴിഞ്ഞിട്ട് നമുക്കതിൽ വാർഡ്രോബ് മറ്റുള്ള കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു കിച്ചണാണ് വരുന്നത്. ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ്. പിന്നെ അതുപോലെ തന്നെ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. വാൾ ടൈലിന്റെയും അതേപോലെ തന്നെ കബോർഡ്സിന്റെ ഒക്കെ കളർ ഒരേ രീതിയിലുള്ള കോമ്പിനേഷൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ബെഡ്റൂമിന്റെ ആയാലും കിച്ചന്റെ ആയാലും മറ്റുള്ള വർക്ക് ഏരിയ മറ്റുള്ള എല്ലാ ഏരിയയിലായാലും ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ തേക്കിന്റെ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലും നല്ല രീതിയിൽ സീലിംഗിൽ അറേഞ്ച്മെന്റ്സ് മറ്റേ സീലിംഗിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ടൈല് കൊടുത്തിട്ട് ഫയർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്ത് അവർ ഷീറ്റ് മേഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി സ്പേസ് എടുത്തിട്ട് നല്ല രീതിയിലൊരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ പ്ലാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിൽ കുറച്ച് 2540 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, 4 ബെഡ്റൂമിൻ്റെ. അതിൽ പണി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്ലാന് നമുക്ക് കിട്ടിയിട്ടില്ല, അവളുടെ പ്ലാനാണ് നമ്മളതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാനിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.